റേയോപ്റ്റിക്സിലെ അഞ്ചാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ ഡിസ്കസ് ചെയ്ത റിഫ്ലക്ഷൻ എന്ന ഭാഗത്തു നിന്നുള്ള തിയറിയുടെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. എ സ്മോൾ കാൻഡിൽ 2.5 centimeter in size is placed at 27 centimeter in front of a concave mirror of radius of curvature 36 centimeter. At what distance from the mirror should a screen be placed in order to obtain a sharp image? ഒരു രണ്ട് ഭാഗം കൂടി ഉണ്ട്. ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. പിന്നെ ലാസ്റ്റ് ഭാഗം, ഇഫ് ദ കാൻഡിൽ ഇസ് മൂവ്ഡ് ക്ലോസർ ടു ദ മിറർ ഹൗ വുഡ് ദ സ്ക്രീൻ ഹാവ് ടു ബി മൂവ്ഡ്. അപ്പോൾ അധിക കുട്ടികൾക്കും പേടിയാണ് ന്യൂമറിക്കൽസ് ഫിസിക്സിൽ. അതിൻ്റെ കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് അറിയുന്ന തന്നിരിക്കുന്ന ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ ലെറ്ററുകൾ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ക്യാൻഡിൽ അതിൻ്റെ ഹൈറ്റ് 2.5 centimeter ആണ്. അപ്പോൾ റേയോപ്റ്റിക്സ് ആണ് ന്യൂമറിക്കൽസ് ചെയ്യുന്നതെങ്കിൽ ബി വെരി കെയർഫുൾ, യു ഹാവ് ടു അപ്ലൈ സൈൻ കൺവെൻഷൻ. അപ്പോൾ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇസ് ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാനിവിടെ പോസിറ്റീവ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 27 centimeter ആണ്. അപ്പോൾ അത് മിററിൻ്റെ, നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കോൺകേവ് മിററിൻ്റെ ഫോക്കസ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫോക്കസ് എഫ്, അതുപോലെ സി. നോക്കൂ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ലെഫ്റ്റിലേക്കല്ലേ ഇളക്കുക, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് കേട്ടോ. ഇനി 6 റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണല്ലേ, അതിൻ്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് തരാതെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കർവേച്ചർ നമ്മൾ പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് മൈനസ് എടുത്തിരിക്കുന്നു. സോ ഫോക്കൽ ലെങ്ത് അതിൻ്റെ പകുതിയായ 18 centimeter ആണ്. സൈൻ കൺവെൻഷൻ മൈനസ് കൊടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. 1/f = 1/v + 1/u, മിറർ ഫോർമുല അല്ലേ. നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ കൺവെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഒരുപാട് മൈനസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ട് v കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡിറൈവ് ചെയ്ത് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആയി ഫൈനൽ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ 1/v അവിടെ തന്നെ നിൽക്കട്ടെ, 1/u അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് 1/v = 1/f - 1/u എന്ന് കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ u - f/fu എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് v = fu/u - f ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാം. v = യുവിന് പകരം -27 × -18/-27 -18. ഇവിടെ എന്തുകൊണ്ടാണ് 2 മൈനസ് വന്ന്? ഒന്ന് ഈ ഇക്വേഷനിലുള്ള മൈനസാണ്, ഒന്ന് സൈൻ കൺവെൻഷൻ്റെ മൈനസാണ്. ഓക്കെ, മോള് മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി പോയി. 486/-27, ഈ മൈനസും മൈനസും പ്ലസ് ആക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 486/-9, വിച്ച് ഇസ് ഈക്വൽ ടു -54 centimeter. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? കോൺകേവ് മിററിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ, ഈ സൈഡിൽ തന്നെ 54 centimeter അകലെയാണ് ഈ ഇമേജ് ഉണ്ടായത് എന്നാണ്. അതെങ്ങനെ മനസ്സിലായി ഈ ലെഫ്റ്റ് സൈഡിലാണെന്ന്? നോക്കൂ, ഈ സൈൻ കണ്ടാൽ മനസ്സിലാക്കണം. ഇനി അടുത്ത ഭാഗമാണ് ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് ആണ്. നേച്ചർ കാണാൻ നമുക്ക് ലീനിയർ മാഗ്നിഫിക്കേഷൻ അറിയണം. m = h'/h ആണല്ലോ. പക്ഷേ m = -v/u നമുക്ക് അറിയാം. കാരണം ഇവിടെ h അറിയാം, h' അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ലീനിയർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് -v, അതായത് നമുക്ക് തൊട്ട് മുമ്പേ കിട്ടിയ -v ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ -27, ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് m = 2 ആണ്. ഇവിടെ ചില കുട്ടികൾ ഇവിടെ സെൻറ്റിമീറ്റർ എഴുതാൻ ശ്രമിക്കും. നോക്കൂ, രണ്ടും സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യാൻസൽ ആയതാണ്. ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ കുറിച്ച് പറയുമ്പം ചില കുട്ടികൾക്ക് ഡൗട്ട്, എന്താണ് നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റാതെ ഇത് ചെയ്യുന്നതെന്നായിരിക്കും അല്ലേ. എന്നാൽ കേട്ടോളൂ, എല്ലാം സെൻറ്റിമീറ്ററിലായതുകൊണ്ടാണ് ഞാൻ മീറ്ററിലേക്ക് മാറ്റാതെ, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനൽ ആൻസർ നമുക്ക് എങ്ങോട്ട് മാറ്റാം? സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ m -2 കിട്ടി. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ -2 = h'/h ആണ്. അപ്പം h' = 2h ആണല്ലേ, ഈ h അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ -2h ആണ്.
അപ്പോൾ എച്ച് ഡാഷ് നമുക്ക് എന്താ കിട്ടുക? -2 × 2.5 ആണ് അല്ലേ? എച്ച് 2.5 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -5 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ -0.05 മീറ്റർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇതിനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? സൈസ് ഓഫ് ഇമേജ് കിട്ടി, അത് ഇരട്ടിയാണ്. അതേപോലെ നമുക്ക് എന്തും കിട്ടിയിട്ടുണ്ട്, മൈനസ് കിട്ടിയാൽ എം നെഗറ്റീവ് ആയാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ എഴുതി വെക്കുക, ഇമേജ് ഇസ് റിയൽ ആൻഡ് ഡബിൾ സൈസ്ഡ്. മൂന്നാമതൊരു ഭാഗം കൂടി ഉണ്ട്. നമുക്കറിയാം, ഒരു മിററിൻ്റെ അടുത്തേക്ക് ഇൻഫിനിറ്റിന്ന് ഒബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇമേജ് ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ ശ്രമിക്കും. ഇത് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. അറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. അതായത് കോൺകേവ് മിററിൻ്റെ കേസിൽ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ, ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഫോക്കസിലായിരിക്കും. പിന്നെ സിക്ക് അപ്പുറം കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് പിന്നെ ഇമേജ് കിട്ടുക. പിന്നെ ഒബ്ജക്റ്റ് സിയിൽ വെച്ചാൽ പിന്നെ സിയിലാണ് നമുക്ക് സിയിൽ തന്നെയാണ് ഇമേജ് കിട്ടുക. ഇങ്ങനെ വെൻ ഒബ്ജക്റ്റ് അപ്രോച്ചസ് ടുവേർഡ്സ് മിറർ, ഇമേജ് വിൽ അപ്രോച്ച് ടുവേർഡ്സ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാൻഡിൽ മിററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായും ഇമേജ് മിററിൻ്റെ അകലേക്ക് പോയില്ലേ? അപ്പോൾ നമ്മൾ ആ ഇമേജ് കിട്ടണമെങ്കിൽ സ്ക്രീന് എന്ത് ചെയ്യണം? സ്ക്രീന് നമുക്ക് ബാക്കോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എഴുതി വെക്കാം ആൻസർ. ഇഫ് ദ ക്യാൻഡിൽ ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ മിറർ ബിക്കോസ് ഓഫ് ഇമേജ് മൂവ് അവേ ഫ്രം ദ മിറർ, ദ സ്ക്രീൻ ഷുഡ് മൂവ് അവേ ഫ്രം ദ മിറർ. അപ്പോൾ എന്താ എഴുതണം? അതിൻ്റെ ആൻസർ എന്താണ്? സ്ക്രീൻ ഷുഡ് മൂവ് അവേ ഫ്രം ദ മിറർ. ദാറ്റ് ഈസ് ദ ആൻസർ. ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. 4.5 സെൻറ്റിമീറ്ററിലൊരു നീഡിലാണ് ഇവിടെ നമ്മൾ 12 സെൻറ്റിമീറ്റർ അവേ ഒരു കോൺവെക്സ് മിറർ. ബി വെരി കെയർഫുൾ, ദിസ് ഇസ് കോൺവെക്സ് മിറർ. നേരത്തെ കോൺകേവ് മിറർ ആണെങ്കിൽ ഇത് കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഏതാണെങ്കിലും ഏത് മിറർ ആണെങ്കിലും നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഫോക്കസ് ഇപ്പുറത്താണ് വരുന്നത്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ അത് പ്ലസ് കൊടുക്കണം. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ പ്ലസ് കൊടുക്കണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് പ്ലസ് റേഡിയസ് ഓഫ് കർവേച്ചർ പ്ലസ് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതാണ്. ഇത്രയും ഇൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പോൾ ഹോംവർക്ക് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് ഒരു പ്രാക്ടീസ് പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് തരികയാണ്. 2020 സേ എക്സാം അല്ലെങ്കിൽ സേവ് എ ഇയർ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മിറർ വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾ ഇസ്. അപ്പോൾ ഇതിൻ്റെ ഹിൻഡ് തരാം. ഹിൻഡ് ഒന്നുമില്ല, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ വീഡിയോയിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. അടുത്ത ഹോംവർക്ക് ശ്രദ്ധിക്കുക. ഒരു ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ് ഇൻ ദ ഡയഗ്രാം. അപ്പോൾ എന്താണ് ഡയഗ്രാം ഈ മിററിന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ബൈ ഡ്രോയിങ് എ സ്യൂട്ടബിൾ റേ ഡയഗ്രാം ഒബ്റ്റെയിൻ ദ മിറർ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ 1/f is equal to 1/u plus 1/v അല്ലെങ്കിൽ 1/v plus 1/u എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് 2019 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത്. ഇഫ് മിറർ is immersed in water, its focal length ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ റിമെയിൻസ് ദ സെയിം ആയിരിക്കും. ഇതിനും ഒരു ഹിൻഡ് തരാം. മീഡിയം മാറുന്നില്ല എങ്കിൽ ലൈറ്റ് വരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി അത് എയറിൽ വെച്ചാലും വാട്ടറിൽ വെച്ചാലും പാരലായിട്ട് വരുന്ന ലൈറ്റ് റേക്ക് അതിൻ്റെ കർവിൽ തട്ടി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമോ? ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ റേയോപ്റ്റിക്സിലെ മറ്റൊരു ഭാഗം, പകുതി ഭാഗം റിഫ്ലക്ഷൻ ആണ്. ഇനി ബാക്കി പകുതി റിഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്ത് തുടങ്ങും.